എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയുടെ വടക്കേ അറ്റത്ത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു ചരിത്ര സ്മാരകമുണ്ട്. പള്ളിപ്പുറം കോട്ട. ഇന്ത്യയിൽ യൂറോപ്യൻ ശക്തികൾ നിർമ്മിച്ച ആദ്യത്തെ കോട്ടകളിലൊന്ന്. ചരിത്രരേഖകളിൽ ഈ കോട്ടയെ ആയിക്കോട്ടയെന്നും മാനുവൽ കോട്ടയെന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ കണ്ടു ശീലിച്ച മറ്റു കോട്ടകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ആകൃതിയാണ് ഈ കോട്ടയ്ക്ക്. അപൂർവമായ ആറുമുഖാകൃതിയിലാണ് ഈ കോട്ട. 1503 പോർച്ചുഗീസുകാർ ആദ്യം തടിയിൽ തീർത്ത ഈ കാവൽ ഗോപുരം 1505 കരിങ്കല്ലും ചെങ്കല്ലും ചേർത്ത് കൂടുതൽ ഉറപ്പുള്ള സൈനിക കേന്ദ്രമാക്കി മാറ്റി. പിന്നീട് അങ്ങോട്ട് അധിനിവേശങ്ങളുടെ കാലഘട്ടമായിരുന്നു. 1663 പോർച്ചുഗീസുകാരെ തുരത്തി ഡച്ചുകാർ ഈ കോട്ട സ്വന്തമാക്കി. അതിനുശേഷം 1789 ഡച്ചുകാർ ഇത് തിരുവിതാംകൂർ രാജ്യത്തിന് കൈമാറുന്നു. പിന്നീട് സ്വാതന്ത്ര്യലബ്ധി വരെ തിരുവിതാംകൂർ രാജ്യത്തിന് കീഴിലായിരുന്നു ഈ കോട്ട. 1964 സംരക്ഷിത സ്മാരകമായി ഈ കോട്ട പ്രഖ്യാപിക്കപ്പെടുന്നു. ശ്രീരംഗപട്ടണം പിടിച്ചെടുക്കുവാൻ ബ്രിട്ടീഷുകാർ തുനിഞ്ഞിറങ്ങിയപ്പോൾ കേരളം വിട്ട് മൈസൂരിലേക്ക് മടങ്ങുന്നതുവരെ ഈ കോട്ട ടിപ്പു സുൽത്താൻ്റെ കൈവശമായിരുന്നതായിട്ടും പരാമർശങ്ങളുണ്ട്. അങ്ങനെ നോക്കിയാൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയും ടിപ്പു സുൽത്താനുമൊക്കെ കൈയടക്കി വെച്ചിരുന്ന ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടകളുടെ പ്രാധാന്യം ചെറുതൊന്നുമല്ല. ഇന്ന് ഈ കോട്ട നമ്മുടെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ സംരക്ഷിത സ്മാരകമാണ്. കാലം മാറിയിട്ടും ചുറ്റുമുള്ള ലോകം പുരോഗമിച്ചിട്ടും മാറാതെ നിൽക്കുന്ന പഴയൊരു ചരിത്ര സാക്ഷി.